ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനില സംബന്ധിച്ച് വിശദീകരിക്കാൻ മെഡിക്കൽ ബോർഡ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം. ഹെഡ് ഓഫ് മെഡിക്കൽ സൂപ്രണ്ട് ഓഫ് കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് മീറ്റിംഗ് പ്രോഗ്രസ് ഡിലേ ആയതും സാറായിട്ടുള്ള കമ്പൈൻഡ് മീറ്റിംഗ് എല്ലാം കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ സാറ് വന്നു, സാറും കണ്ടു, സാറും അസസ് ചെയ്തു. സാറും പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന ആ പ്രോട്ടോക്കോൾ തന്നെ ഇങ്ങനെ തന്നെ പോയാൽ മതി, ഇത് തന്നെയാണ് കറക്റ്റ് വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു ആസ് ഐ സെഡ് ക്രിട്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ അതീവ ഗുരുതരമല്ല, ബട്ട് ദെൻ ക്രിട്ടിക്കലാണ്. സ്റ്റിൽ ഷീ ഈസ് ഔട്ട് ഓഫ് ദ വെന്റിലേറ്റർ. 24 hours കഴിഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ ക്രിട്ടിക്കൽ തന്നെയാണ്. ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. വെള്ളക്കെട്ട് ശ്വാസകോശത്തിൻ്റെ അടിയിൽ ഇവിടെ ആ ശ്വാസകോശത്തിൻ്റെ അടിയിലായിട്ട് വരും. ബെറ്ററാണ്. ഇന്ന് രാവിലെ മുതലാണ് നമ്മൾ ആ ട്രൈ ചെയ്തത്. കുറച്ചും കൂടി കൂടുതൽ ഷീസ് പുട്ടിങ് മോർ എഫേർട്ട്. ആൻഡ് ഇന്ന് പെയിൻ ഫ്രീയും ആണ്. ഇന്ന് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെയിൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിക്കുന്നുണ്ട്. സംസാരം എന്നല്ല, വിസ്പറിങ്. ഷീസ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇന്നിപ്പോൾ നാക്ക് ഉണങ്ങുന്നു എന്ന് പറഞ്ഞു, വേദനയില്ല എന്ന് പറഞ്ഞു, ഇവരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ വാട്ട് എൽസ്? വെള്ളം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ബുദ്ധിമുട്ടുള്ളത് ആ ട്യൂബ് കിടക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ട്യൂബ് നമുക്ക് മാറ്റാൻ പറ്റില്ല, അതാണ് ടു ദ വേ. ഈ റോഡിലോട്ട് ഉള്ള ഈ റോട്ടിൽ അതാണ് ഇനിയൊരു ബുദ്ധിമുട്ടുള്ളത്. അത് വേഗം എടുക്കാമെന്നുള്ളതാണ് നമ്മളും ട്രൈ ചെയ്യണത്. പക്ഷേ അതിനൊരു പ്രോസസ്സ് ഉണ്ട്. അതെന്തായാലും 2-3 ദിവസം കൂടി എടുക്കുമായിരിക്കും. പക്ഷേ ആസ് ഏർലി ആസ് പോസിബിൾ വി ആർ ട്രൈങ് ടു. തലച്ചോറായിട്ട് ബന്ധപ്പെട്ടത് വേഴ്സൺ ആയിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോൺസ് തന്നെ വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ റീസെൻറ്റ് മെമ്മറി, ഇന്ന് ഞാൻ ചോദിച്ചു ആ ഇവൻറ്റിനെ കുറിച്ച് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷീ ഡസൻ റിമെമ്പർ മച്ച്. അപ്പോൾ അതിൻ്റെ അർത്ഥം റീസെൻറ്റ് മെമ്മറിക്കൊക്കെ അത് ഇത്തിരി ടൈം എടുത്ത് തന്നെ മാറുകയുള്ളൂ. അതെല്ലാം പെട്ടെന്ന് നമുക്ക് മാജിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ടൈം. അതാണ് നമ്മളും പ്രാർത്ഥിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. നമുക്കിപ്പോൾ എത്രത്തോളം ഒരിക്കലും ഡേറ്റ്, ഒരു കട്ട് ഓഫ് ഇതിന് പറയാൻ പറ്റത്തില്ല. ആസ് ഏർലി ആസ് പോസിബിൾ ഫ്രം ദ ട്യൂബ് റിമൂവലാണ് വെന്റിലേറ്റർ. അതാ ഞാൻ മുമ്പ് പറഞ്ഞത്. പറയാറായിട്ടില്ല ഇപ്പോഴും. നമ്മൾ വി ഷുഡ് ബി കോഷ്യസ് ആൻഡ് കെയർഫുൾ. നീർക്കെട്ട് മാറാനായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ആൻറ്റിബയോട്ടിക് ഇതും കൊടുക്കുന്നുണ്ട്. ആ നീർക്കെട്ട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വേണമെങ്കിൽ ഒരു പിക്ടെയിൽ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ ട്യൂബോ സിറിഞ്ചോ ഇട്ട് എഫ്യൂഷൻ വേണമെങ്കിൽ എടുത്ത് കളയാം. പക്ഷെ അത് ഇപ്പോഴത്തെ നില അലാമിങ് അല്ല. കാരണം ഷീസ് ബ്രീത്തിങ്ങിന് ഒന്നും ഒരു എഫക്റ്റ് ചെയ്യാത്തത് കൊണ്ട് വി ആർ നോട്ട് ടച്ചിങ് ദെയർ. അത് തന്നെയാണ് സാറിൻ്റെ ഒക്കെ ഒപ്പീനിയനും. അല്ല, ഇപ്പം പിന്നെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല. അതിൻ്റെ ഒന്നും ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ബ്രോങ്കോസ്കോപ്പിയും CT ഒന്നും ഇനിയും അങ്ങനെ വാറണ്ടഡ് അല്ല. നമ്മൾ എപ്പോഴും ഇടയ്ക്ക് പോയി ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഡു ഇറ്റ്. സാറിന് എന്തെങ്കിലും പറയണമെന്നിട്ട്? ആൻഡ് വിഷ്ണു വാണ്ട് ടു സേ സംതിങ്. വിഷ്ണുവിന് എന്തോ പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു പ്ലീസ്. ഒന്നതി വെച്ച് അമ്മേൻ്റെ അവസ്ഥ വളരെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഒക്കെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരുടെ അടുത്തും നന്ദി പറയുന്നു. വിഷ്ണുവിനെ അത് എന്നോട് ചോദിച്ചു നന്ദി പറയാറായോ എന്ന്. ഞാൻ പറഞ്ഞു നന്ദി എപ്പോൾ വേണേലും പറയാം. ദൈവത്തിൻ്റെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്ങുമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു പരിധിയേ ഉള്ളൂ. അതിന് മേലെയാണ് ദൈവം, അവരുടെ ബ്ലെസ്സിങ്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് തന്നെ ഞാനും പറഞ്ഞത്. ഓക്കെ, ഇനിയൊരു അപ്ഡേറ്റ് ബ്രീഫിൻ്റെ ഡെയിലി ഉണ്ടാവണം എന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചോളാം. അതല്ലേ ഒരു മീഡിയ ബുള്ളറ്റിൻ വഴി അറിയിക്കാം. ഓക്കെ, താങ്ക് യു.